Hi dears, welcome back. അപ്പോൾ ഇന്നത്തെ റെസിപ്പി മലബാർ സ്പെഷ്യൽ സ്നാക്ക് ആയിട്ടുള്ള വെട്ടിപ്പൊരിച്ചതും കൈതക്കോലയാണ്. പേര് കേൾക്കുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്കാണ്. പിന്നെ ഈ ഒരു സ്നാക്കിന് പല നാട്ടിലും പല പേരിലാവട്ടോ അറിയപ്പെടുന്നുണ്ടാവുക. പിന്നെ ഈ ഒരു വീഡിയോ ചാനൽ തുടങ്ങിയ സമയത്ത് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിൽ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്ത സമയത്ത് അതിന് കോപ്പിറൈറ്റ് ക്ലെയിം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് റീ അപ്ലോഡ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ വീഡിയോക്ക് ചെറിയൊരു ക്ലാരിറ്റി പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ചിട്ടുള്ള പഞ്ചസാരയാണ്. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ കരിഞ്ജീരകവും 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളുമാണ്. ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് പാകത്തിനൊരു നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് പച്ചവെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ കുഴച്ചെടുക്കുന്ന സമയത്ത് ഇടയ്ക്ക് കയ്യിൽ നെയ്യാക്കിയിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റിയാണ്. നെയ്യിന് പകരം സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം. നെയ്യാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കണം. അപ്പോൾ 2 ടൈപ്പ് സ്നാക്ക് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞല്ലോ, കൈതക്കോലയും വെട്ടിപ്പൊരിച്ചതും. അപ്പോൾ പകുതി എടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി പകുതി എടുത്തിട്ട് കുറച്ച് വലിയ ബോൾസാക്കിയിട്ടും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തതിൽ നിന്ന് ഒന്ന് എടുത്തിട്ട് പ്രസ്സിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് പരത്തിയതിന് ശേഷം ഇനിയൊരു പലകയിൽ വെച്ചിട്ട് കുറച്ച് മൈദ തൂവിയിട്ട് ഒന്ന് നന്നായിട്ട് കനം കുറച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നന്നായിട്ട് കനം കുറച്ച് പരത്തിയെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ 2 തലഭാഗവും കട്ടാവാതെ ഇങ്ങനെ സെൻറ്ററിലൂടെ ഇതുപോലെ ലൈനാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ 2 സൈഡും ഒന്ന് മറിച്ചിട്ടിട്ട് ഇതുപോലെ 2 തലഭാഗം ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതേ രീതിയിൽ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. പൊടി തൂക്കിയിട്ട് തന്നെ ആവണം, അല്ലെങ്കിൽ മൈദ ആയത് കാരണം പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി വെട്ടിപ്പൊരിച്ചത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വലിയ ബോൾസാക്കി എടുത്തത് ആദ്യം പ്രസ്സിലിട്ടൊന്ന് പരത്തിയിട്ട് ഇതുപോലെ പലകയിൽ വെച്ചിട്ട് നന്നായിട്ട് കനം കുറഞ്ഞിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് കത്തി വെച്ചിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കുറുകെ കട്ട് ചെയ്തിട്ട് ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാതും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇവയൊക്കെ ചെയ്തെടുക്കുന്ന സമയത്ത് പൊടി തൂക്കിയിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരുപാട് സമയം ഇതുപോലെ ആക്കി വെക്കുകയും ചെയ്യരുത്. പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കുകയും വേണം, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും പാത്രത്തിൽ. അപ്പോൾ എല്ലാതും ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് വന്നാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരുപാട് കരിഞ്ഞു പോകാൻ നിൽക്കരുത്, പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് മാറ്റണം. പിന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ടും ചെയ്തെടുക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല കറുമുറ ഇരിക്കുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചൂടുള്ള കട്ടൻ്റെ കൂടെയൊക്കെ വെറുതെ ഇരുന്ന് കുറയ്ക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. നല്ല കറുമുറ ഇരിക്കുന്ന അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ